അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കായംകുളം അടൂർ റൂട്ടിലുള്ള നൂറനാട് ആദിക്കാട്ടുകുളങ്ങര മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പറക്കും വലിയ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി തൈക്ക അപ്പ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്കാണ് ഇന്ന് ഞങ്ങൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രവും മഖാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. ജനനവും വഫാത്തും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ഒരേ ദിവസമാകാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു. തൈക്ക അപ്പ എന്നും പറക്കും വലിയ എന്ന പേരിലുമൊക്കെ വിശ്രുതരായ മഹാനാണ് ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. ആലപ്പുഴ ജില്ലയിൽ ആദിക്കാട്ടുകുളങ്ങര എന്ന പ്രദേശത്ത് പതിനായിരങ്ങൾക്ക് താങ്ങും തണലുമായി അഭയവും ആശാകേന്ദ്രവുമായി നിലകൊള്ളുന്ന തൂവള്ളക്കൊട്ടാരത്തിലെ പരിശുദ്ധ മഖബറയിൽ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി എന്ന തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നു. ആത്മീയ ശക്തിയാൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന ഐതിഹ്യവും വിശ്വാസവും ഉള്ളതിനാലാണ് മഹാനവറുകൾ പറക്കും വലിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരേ സമയം വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും വായുവിലൂടെ അതിവേഗം സഞ്ചരിക്കാനും മഹാനവറുകൾക്ക് കഴിഞ്ഞിരുന്നു എന്നും തമിഴ്നാട്ടിലെ തന്റെ ജന്മനാട്ടിലേക്കും മക്കയിലേക്കും മഹാനവറുകൾ ഇത്തരത്തിൽ നിമിഷ നേരം കൊണ്ട് യാത്ര ചെയ്തിരുന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് പറക്കും വലിയ എന്ന പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. ആത്മീയ പഠന കേന്ദ്രങ്ങളെയും സൂഫിയാക്കൾ ഹൽവത്തിൽ ഇരിക്കുന്ന സ്ഥലങ്ങൾക്കുമൊക്കെ തമിഴിൽ തൈക്ക എന്ന് വിളിക്കാറുണ്ട്. തൈക്കാവിലെ പ്രധാനിയായതിനാലും വിശ്വാസികൾ ബഹുമാനപൂർവം അപ്പ എന്ന് വിളിച്ചതിനാലും മഹാനവറുകൾ തൈക്ക അപ്പ എന്ന പേരിലും അറിയപ്പെട്ടു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലടുത്ത് കോട്ടാർ എന്ന പ്രദേശത്ത് ശൈഖ് ഉമർ വലിയുല്ലാഹിയുടെ മകനായി ഹിജ്റ വർഷം 1145 മുഹറം 3-നാണ് മഹാനവറുകൾ ജനിച്ചത്. ഹിജ്റ വർഷം 1208 മുഹറം 3-നാണ് തന്റെ 63-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരി, ജീവിതത്തിലും വഫാത്തിലും വഫാത്തിന് ശേഷവുമെല്ലാം തിരുനബി തങ്ങളോട് ഏറ്റവും കൂടുതൽ സഹവസിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയാണ് പറക്കും വലിയ തൈക്ക അപ്പ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിന്റേത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അഗ്രഗണ്യനായ മഹാനായ അശ്ശൈഖ് നൂറുദ്ദീൻ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, അവരുടെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞു നൂറുദ്ദീൻ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, അവരുടെ മകനായ അശ്ശൈഖ് ഉമർ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, അവരുടെ മകനായ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, അവരുടെ മകനായ അശ്ശൈഖ് ഉമർ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. ഈ മഹാനായ ഉമർ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ സീമന്ത പുത്രനാണ് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. മഹാനായ തൈക്ക അപ്പ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് അവിടുത്തെ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച് അള്ളാഹുവിനോട് സദാസമയവും ദുആ ചെയ്തത്, അള്ളാഹുവെ, എനിക്കൊരു സ്വാലിഹായ ആലിമായ നിന്നെ അറിയുന്ന നല്ല ഒരു മകനെ സമ്മാനമായി തരണേ എന്ന പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ ആ ദമ്പതിമാർക്ക് കൊടുത്ത വരദാനമാണ് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി എന്ന പ്രിയപ്പെട്ട പുത്രൻ. മഹാനായ തൈക്ക അപ്പ റളിയല്ലാഹു അൻഹു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് എന്ത് പേരിടണം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖ് കൂടിയായ മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആളം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ വന്ന് അറിയിച്ചു കൊടുക്കുകയാണ്, നിന്റെ മകന് എന്റെ പേര്, അതായത് ദീനിനെ ഹയാത്താക്കിയവൻ എന്ന് അർത്ഥം വരുന്ന മുഹയ്യിദ്ദീൻ എന്ന പേര്
നിന്റെ മകന് നീ ഇട്ടുകൊടുക്കുക. മാത്രമല്ല ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പിതാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കുഞ്ഞിന്റെ മുതുകിലൂടെ വിലമതിക്കാൻ കഴിയാത്ത രത്നസമാനമായ 4 മക്കൾ ജനിക്കുന്നതാണ്. അവരിൽ നിന്നും ശാഖോപശാഖകളായി ധാരാളം മഹത്തുക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ജനിക്കുന്നതാണ്. ദീനിനെ ഹയാത്താക്കാൻ, പരിശുദ്ധ ദീനിന്റെ പ്രചാരകരായി നാടിന്റെ നാനാദിക്കുകളെ പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കാനായി ഈ മുഹയ്യിദ്ദീൻ എന്ന കുഞ്ഞിന്റെ മുതുകിലൂടെ ജനിക്കുന്ന ആൺമക്കൾക്ക് കഴിയുന്നതാണ് എന്ന് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ക്രിസ്തുവർഷം 1786, ഹിജ്റ വർഷം 1145, പരിശുദ്ധമായ മുഹറം 3-നാണ് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നിരവധി മഹത്തുക്കളുടെ പാദസ്പർശനങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ തമിഴ്നാട്ടിലെ കോട്ടാർ എന്ന പുണ്യഭൂമിയെ ധന്യമാക്കിക്കൊണ്ടാണ് മഹാനവറുകളുടെ ജനനം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ലിസ്റ്റിൽ മഹാനവറുകൾ ഇടം പിടിക്കുകയായി. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മഹാനുഭാവന്റെ ജീവിതത്തിലെ ജനന സമയം മുതലേ ഉള്ള കറാമത്തുകൾ വെളിവാകുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള ബാല്യങ്ങളിലുള്ള ചാബല്യങ്ങൾ എത്രയെത്രയാണ്. എന്നാൽ പറക്കും വലിയ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിന്റെ ബാല്യകാലം പരിശോധിച്ചാൽ എടുത്തു പറയാൻ ഒരു ചാബല്യം പോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നതാണ് വസ്തുത. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കാരണക്കാരനായ ഒരു വലിയ പിറവിയെടുക്കുകയാണ്. ആ വലിയന്റെ ജീവിതത്തിൽ വെറുക്കപ്പെടുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കളെ പോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും തന്റെ ബാല്യകാലം ജീവിച്ചു തീർക്കുകയായിരുന്നു മഹാനവറുകൾ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ മാതാവ് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി നെഞ്ചോട് ചേർത്തപ്പോൾ അതൊരു റമളാനിന്റെ പകലിൽ ആയതിനാൽ അത് കൈകൊണ്ട് തട്ടിമാറ്റിയതുപോലെ മഹാനായ പറക്കും വലിയ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ ബാല്യകാലവും അള്ളാഹുവിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒരുപാടുണ്ട്. സത്യത്തിൽ നാം മനസ്സിലാക്കാതെ പോയ അത്ഭുത കനിയാണ് മഹാനായ പറക്കും വലിയ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു എന്ന തൈക്ക അപ്പ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ അള്ളാഹുവിന്റെ മാർഗത്തിലായി വളർന്നു വരികയാണ്. പ്രാഥമിക പഠനങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഒപ്പിയെടുക്കുകയാണ്. വിശുദ്ധ ഖുർആനും കർമ്മശാസ്ത്രവും എല്ലാം മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചെടുത്തു. ശേഷം അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിലേക്ക് ലയിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല എന്നു മനസ്സിലാക്കി ദുന്യാവിനോട് അല്പം പോലും സ്നേഹം കാണിക്കാതെ ദുന്യാവിനെ പാടെ വർജിക്കുവാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി തന്റെ സ്വന്തം നാടും വീടും സകലതും മഹാനവറുകൾ ഉപേക്ഷിച്ചു. സർവസുഖങ്ങളും വെടിയുകയാണ്. വനാന്തരത്തിലേക്ക് മഹാനവറുകൾ കടക്കുകയാണ്. ഹിംസ്ര ജന്തുക്കളാൽ നിറഞ്ഞുകിടക്കുന്ന കൊടും വനത്തിന്റെ അകത്തളങ്ങളിലേക്ക് മഹാനവറുകൾ ചെല്ലുകയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ക്ഷീണിതനായി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആ ഉറക്കത്തിൽ ഒരു പച്ചക്കുതിര തന്റെ അരികിലേക്ക് വരുന്നതായി മഹാനവറുകൾ സ്വപ്നം കാണുന്നത്. ആ കുതിരയുടെ മുകളിൽ ഒരു മഹാൻ ഇരിക്കുന്നുണ്ട്. ആ മഹാൻ ചോദിച്ചു, എന്തിനാണ് നീ നിന്റെ സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത്? ആ കുതിരപ്പുറത്ത് വന്ന മഹാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നീ എത്രയും പെട്ടെന്ന് നിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങണം. നീ ആരെ തേടിയാണോ ഇറങ്ങിയത്, നിനക്ക് തർബിയത്ത് ചെയ്യാൻ പറ്റുന്ന, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി നിന്നെ അടുപ്പിക്കാൻ കഴിയുന്ന എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഉസ്മാൻ എന്നു പേരുള്ള ഒരു മഹാൻ നിന്റെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നീ മടങ്ങി ആ മഹാനെ ബൈഅത്ത് ചെയ്ത് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് നീ അവിടെ കൂടണമെന്ന് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ശൈഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തന്റെ ജന്മനാടായ കോട്ടാറിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അങ്ങനെ മഹാനവറുകൾ സ്വപ്നത്തിലൂടെ നിർദ്ദേശിച്ച സയ്യിദ് ഉസ്മാനുൽ ബഅദാദി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. നേരത്തെ കാത്തിരുന്നതുപോലെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശൈഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു, അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകൻ നിന്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്, നീ സ്വീകരിക്കണമെന്ന്. കാത്തിരുന്നതുപോലെ ശൈഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു
ഷെയ്ഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു എന്ന തൈക്ക അപ്പയെ സ്വീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്ത് അവിടുത്തെ ശിഷ്യത്വം അംഗീകരിച്ചു കൊടുക്കുകയാണ്. തികഞ്ഞ സൂഫിയും നിരവധി തുരീഖത്തുകളുടെ ഷെയ്ഖും ഖലീഫയും തുടങ്ങി കാലഘട്ടത്തിന്റെ കുത്തുബും കൂടിയായിരുന്നു മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമത സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആത്മീയ മാർഗദർശനത്തിനുമാണ് മഹാനവറുകൾ കേരളത്തിലെ തിരുവിതാംകൂർ ഭാഗത്തേക്ക് യാത്ര തിരിച്ചത്. യാത്രക്കിടയിൽ പ്രകൃതി രമണീയവും ശാന്തസുന്ദരവുമായ നൂറനാട് ആദിക്കാട്ടുകുളങ്ങര പ്രദേശത്ത് മഹാനവറുകൾ തമ്പടിച്ചു. അവിടുത്തെ ജനങ്ങളുടെ സ്നേഹത്തിലും ആതിഥ്യമര്യാദയിലും ആകൃഷ്ടനായി മഹാനവറുകൾ അവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ജാതി മതഭേദമന്യേ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് തൈക്ക അപ്പ ആശ്വാസമേകി. അവിടുത്തെ പ്രാർത്ഥനയിലൂടെ പലർക്കും രോഗശാന്തിയും മാനസിക സമാധാനവും ലഭിച്ചതോടെ പ്രദേശത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട അപ്പ ആയി മഹാനവറുകൾ മാറി. മഹാനവറുകളുടെ കറാമത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഒഴിയാത്ത പത്തായത്തിലെ നെല്ല് എന്ന് പറയുന്ന കറാമത്ത്. നമ്മുടെ പത്തായത്തിലെ നെല്ല് തീർന്നു തുടങ്ങിയിരിക്കുന്നു. ആരെങ്കിലും നെല്ല് ചോദിച്ചു വന്നാൽ നാം എന്തു ചെയ്യും? നെയ്നാർ തരകൻ എന്ന ഒരു മഹാൻ തന്റെ സഹധർമ്മിണിയോട് പരിഭവപ്പെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യമാണിത്. ആദിക്കാട്ടുകുളങ്ങരയിലെ കാരണവരും ധനാഢ്യനും ആണ് നെയ്നാർ തരകൻ. മാത്രമല്ല പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും നല്ല രീതിയിൽ ആദരിക്കുകയും നിർധരരെ അതിരറ്റ് സഹായിക്കുകയും ചെയ്യുന്ന മഹാനും കൂടിയാണ് നെയ്നാർ തരകൻ. തന്റെ അടുക്കൽ സഹായം തേടി വരുന്ന ഒരാളെയും അദ്ദേഹം സഹായം നൽകാതെ തിരിച്ചയക്കാറില്ലായിരുന്നു. കർഷകനായതുകൊണ്ട് നെല്ലാണ് സാധാരണ നൽകിക്കൊണ്ടിരുന്നത്. പത്തായത്തിൽ നെല്ല് കുറവായതിനാൽ നാം എന്തിനു വേവലാതിപ്പെടണം? സഹധർമ്മിണി ഉടനെ തിരിച്ചു ചോദിച്ചു. നെയ്നാർ തരകൻ നിശബ്ദനായി നിൽക്കുകയാണ്. ഭാര്യ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാത്തതുപോലെ. മഹാനായ തൈക്ക അപ്പ നമ്മുടെ വീട്ടിൽ പലപ്പോഴും എത്താറുണ്ടല്ലോ. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കും. എനിക്കതിൽ ഉറച്ച വിശ്വാസവുമുണ്ട്. അന്നേ ദിവസം തന്നെ ഷെയ്ഖ് മുഹയ്യിദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു നെയ്നാർ തരകന്റെ വീട്ടിലെത്തി. ചിലപ്പോഴൊക്കെ ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തിരുന്നു. തരകനും സഹധർമ്മിണിയും ഷെയ്ഖിന്റെ ശിഷ്യന്മാരുകൂടിയാണ്. അപ്പാ, പത്തായത്തിലെ നെല്ല് തീരാറായല്ലോ. ആ മഹദി ആദരവോടെ മഹാനവറുകളോട് ചോദിച്ചു. തീർന്നാൽ പറ്റില്ല, അതിൽ നിന്ന് അല്പം ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഷെയ്ഖ് അവറുകൾ പറഞ്ഞു. കൊണ്ടുവന്ന നെല്ലിൽ ഷെയ്ഖ് അവറുകൾ മന്ത്രിച്ചു. ഇതാ, ഇനി അത് പത്തായത്തിൽ തന്നെ വെച്ചോളൂ. ആവശ്യത്തിനുള്ള നെല്ല് പത്തായത്തിൽ നിന്നും എടുത്തുകൊള്ളുക. പിന്നെ സംഭവിച്ചത് മഹാ അത്ഭുതമായിരുന്നു. പത്തായം എപ്പോഴും നെല്ല് കൊണ്ട് നിറഞ്ഞിരിക്കും. എത്ര എടുത്താലും പത്തായത്തിലെ നെല്ലിന് കുറവ് അനുഭവപ്പെട്ടിരുന്നില്ല. അനേകായിരങ്ങളുടെ പട്ടിണി മാറ്റിയ ആ പത്തായം അതിന്റെ പ്രൗഢിയോടെ ഇന്നും സൂക്ഷിക്കപ്പെട്ടു വരുന്നു. നിരവധി കറാമത്തുകളുടെ ഉടമയും മഹത്തായ ഖാദിരിയ സരണിയിൽ ഉന്നതമായ മേഖലകൾ കീഴടക്കിയ മഹാൻ മുഹറം 3 ഒരു വെള്ളിയാഴ്ച ദിവസം തഹജ്ജുദ് നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് പരിശുദ്ധമായ പടച്ചറബിന്റെ തിരുഹലറത്തിലേക്ക് മഹാനവറുകൾ യാത്രയായി. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ത്വരീഖത്തിന്റെ ദിക്റുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ മഹത്തായ ഖാദിരിയ റാത്തിബിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളോടുള്ള മുനാജാത്തായ ഗൗസുൽ വറായ ദസ്തകീർ എന്ന ബൈത്ത് ആത്മീയ ലോകത്ത് ശ്രദ്ധേയമാണ്. ഇന്ന് മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആദിക്കാട്ടുകുളങ്ങര തൈക്ക അപ്പ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗാ ഷരീഫ്. മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു ചരിത്ര പശ്ചാത്തലം ഈ മക്കാമിനുണ്ട്. കാരണം മുസ്ലിം വിഭാഗക്കാർ മാത്രമല്ല, ഹൈന്ദവ വിശ്വാസികളും ഇവിടുത്തെ നേർച്ചകളിലും പ്രാർത്ഥനകളിലും സജീവമായി പങ്കെടുത്തു പോരുന്നു. അള്ളാഹുവേ, മഹാന്റെ ദറജകളെ ഉയർത്തണേ അല്ലാ. ഇവിടുത്തെ അറിയാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹക്ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. ഈ കാണുന്നതാണ് മഹാനവറുകളുടെ മഖ്ബറ. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഖാദിരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്നാണ് മഹാനവറുകളുടെ യഥാർത്ഥ പേര്. തൈക്ക അപ്പ എന്നാണ് ആളുകൾ വിളിക്കാറുള്ളത്. വേറെയും 1-2 മക്കാമുകൾ നമുക്ക് ഇവിടതിൻ്റെ ഉള്ളിൽ കാണാം. പുറത്തൊരു മക്കാമുണ്ട്. ഇതൊക്കെ മഹാനവറുകളുടെ പേരക്കുട്ടിയും അതുപോലെ തന്നെ കൂടെ വന്നവരൊക്കെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒന്ന് അവരുടെ പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഒന്ന് ഷെയ്ഖ് മുഹമ്മദ് കണ്ണ ഖാദിരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മറ്റൊന്ന്
വിളയിൽ നെയ്നാർ തരകൻ നെയ്നാരപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു മഹാനതിൻ്റെ ഉള്ളിൽ മറവട്ടെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ പുറത്തൊരു മക്കാമുണ്ട്, ഉമർ അബ്ദുർ റഊഫ് ഖുദ്ദസുല്ലാഹ് കോട്ടാർ. തമിഴ്നാട്ടിലെ കോട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. പരിശുദ്ധ ദീനിൻ്റെ ദഅവത്തുമായിട്ട് അവിടെ വന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാണ് കോട്ടാറെന്ന്. ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കേട്ടതാണല്ലോ. അല്ലാഹു തആല ഈ മഹാന്മാരുടെയൊക്കെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. അവരുടെയൊക്കെ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുക്കട്ടെ. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുണ്ട്. വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വിവാഹപ്രായമെത്തിയവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നേറുന്ന പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. ഈ മഹാന്മാരുടെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് അവർക്കൊക്കെ എല്ലാ നിലക്കും റാഹത്തും സന്തോഷവും സലാമത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ യാത്രകളിലേക്കൊക്കെ നമുക്ക് സഹായിക്കുന്നവരുണ്ട്, സാമ്പത്തികമായിട്ടും നമുക്ക് ദുആ ചെയ്തിട്ടും നല്ല വാക്ക് പറഞ്ഞിട്ടും ഈ മഹാന്മാരൊക്കെ കുറിച്ച് കാര്യങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും എല്ലാ നിലക്കുമുള്ള റാഹത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.